പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയിലെ അവസാന ഭാഗം അഥവാ ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ് എന്ന 11ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. ട്രഡീഷണലി അക്കൗണ്ട്സ് വെർ മെയിൻറ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ്. എല്ലാവർക്കും അറിയാം, പുരാതന കാലം മുതൽ തന്നെ അക്കൗണ്ടിങ് റെക്കോർഡുകൾ മനുഷ്യൻ എഴുതി തയ്യാറാക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അങ്ങനെ എഴുതി തയ്യാറാക്കുമ്പോൾ ബിക്കോസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ ഫിനാൻഷ്യൽ സെക്ടർ ആക്യുറേറ്റ് റെക്കോർഡ് കീപ്പിംഗ് ബിക്കെയിം ക്രിട്ടിക്കൽ ആസ് കമ്പ്യൂട്ടർ ബിക്കം cheaper, easy to be used and powerful firms decided to computerize their accounting records. എഴുതി തയ്യാറാക്കുന്നതിൽ ഒരുപാട് അപാകതകളും പിഴവുകളുമൊക്കെ സംഭവിക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് കമ്പ്യൂട്ടറിൻ്റെ യുഗം നമ്മിലേക്ക് വരുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് തയ്യാറാക്കുന്ന പ്രക്രിയയാണ് അപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ് എന്ന അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? എന്താണ് കമ്പ്യൂട്ടർ? എ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ആക്സെപ്റ്റ്സ് ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആസ് ഇൻപുട്ട്, സ്റ്റോർ ദം, പ്രോസസ് ദ ഡാറ്റ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട്സ് ആസ് ഔട്ട്പുട്ട്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്, ഇലക്ട്രോണിക് ഉപകരണമാണ്. വിച്ച് ആക്സെപ്റ്റ്സ് ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആസ് ഇൻപുട്ട്. ഇൻപുട്ടായിട്ട് നൽകുന്നതിനെ അത് എന്ത് ചെയ്യുന്നു? ഡാറ്റയായിട്ട് വിവരങ്ങളെ അത് സ്വീകരിക്കുന്നു. സ്റ്റോർ ദം, അത് സ്റ്റോർ ചെയ്തുകൊണ്ട് പ്രോസസ് ദ ഡാറ്റ, ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശപ്രകാരം, ആൻഡ് കമ്മ്യൂണിക്കേറ്റ്, അത് ആശയവിനിമയം ചെയ്യുന്നത്, റിസൾട്ട്സ്, അതിൻ്റെ ഫലം, ആസ് ഔട്ട്പുട്ടായിട്ട്. ഇതാണ് കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ആക്സെപ്റ്റ്സ് ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആസ് ഇൻപുട്ട്, സ്റ്റോർ ദം, പ്രോസസ് ദ ഡാറ്റ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട്സ് ആസ് ഔട്ട്പുട്ട്. എല്ലാവർക്കും റെഡിയാണല്ലോ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിലേക്ക് നൽകുന്ന വിവരത്തെ, നമ്മൾ നൽകുന്ന നിർദ്ദേശത്തിൻ്റെ ഫലമായി അതിൽ നിന്ന് ഒരു റിസൾട്ട് അത് പ്രോസസ്സ് ചെയ്തൊരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നു എന്നതാണ് കമ്പ്യൂട്ടർ. നെക്സ്റ്റ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറിൻ്റെ എലമെൻസുകളാണ്. എലമെൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹാർഡ് എന്ന് പറയും. എലമെൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ, എലമെൻസുകൾ എന്തൊക്കെയാണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ. ഇത്രയാണുള്ളത്. എന്താണ് ഹാർഡ്വെയർ? Hardware is any part of the computer that has a physical structure which refers to objects that you can touch, such as the computer monitor or keyboard. കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് കണ്ടിട്ടില്ലേ? മോണിറ്റർ കണ്ടിട്ടില്ലേ? ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ സ്ട്രക്ചറാണ്. വിച്ച് റെഫേഴ്സ് ടു ഒബ്ജക്ട്സ് ദാറ്റ് യു ക്യാൻ ടച്ച്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്പർശിക്കാൻ സാധിക്കും. അങ്ങനെ സ്പർശിക്കാൻ സാധിക്കുന്ന ഫിസിക്കൽ നാച്ചുറലുള്ള കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകളെ നാം വിളിക്കുന്ന പേരാണ് എന്ത്? ഹാർഡ്വെയർ. ഹാർഡ്വെയർ ഈസ് എനി പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ഹാസ് എ ഫിസിക്കൽ സ്ട്രക്ചർ വിച്ച് റെഫേഴ്സ് ടു ഒബ്ജക്ട്സ് ദാറ്റ് യു ക്യാൻ ടച്ച്, സച്ച് ആസ് ദ കമ്പ്യൂട്ടർ മോണിറ്റർ ഓർ കീബോർഡ്. ഓക്കെ, സോഫ്റ്റ്വെയർ. Software is any set of instructions that tells the hardware what to do. That means anything that can be stored electronically is software. Software എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വിവരങ്ങളാണ്. That tells the hardware what to do. ഹാർഡ്വെയറിലൂടെ പറയുകയാണ് എന്ത് ചെയ്യണം. That means anything that can be stored electronically is software. അത് നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ടൊരു ആപ്ലിക്കേഷൻസുകൾ, നിങ്ങൾക്കറിയാലോ ഒരുപാട് ആപ്പുകൾ, അപ്പോൾ അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ.
we use the term system software for software which is primarily used to operate the hardware. പ്രാഥമികമായി ഹാർഡ്വെയർ ഉപയോഗിക്കുന്നതിനനുസരിച്ച് സോഫ്റ്റ്വെയറുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തുന്നു. അതിനാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് അലൗസ് ഓപ്പറേറ്റിംഗ് ദ ഹാർഡ്വെയർ. അതായത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾക്കാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ആണ്, ഭാഷയെ കൈമാറ്റം ചെയ്യുന്നത്. whatever language we use to write our programs, they need to be in machine code in order to get extracted by the computer. The translators are assembler. An assembler is a program that translates the mnemonic codes used in assembly language into the bit patterns that represents machine operations. ഇങ്ങനെ നമ്മൾ നമ്മുടെ ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ അതിനെ നമുക്ക് സെലക്ട് ചെയ്യപ്പെട്ടത് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് അസംബ്ലർ. ലാംഗ്വേജ് ട്രാൻസ്ലേഷനിൽ വരുന്ന പാർട്ടുകൾ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ കമ്പൈലർ ടേൺസ് ദ സോഴ്സ് കോഡ് ദാറ്റ് യു റൈറ്റ് ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ഒബ്ജക്റ്റ് കോഡ് എന്നാണ്. മെഷീൻ കോഡിലേക്ക് അതിനെ മാറ്റുന്നതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി എക്സോർട്ടഡ് ബൈ ദ കമ്പ്യൂട്ടർ. ലാസ്റ്റ് എലമെന്റ് ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ദ സോഴ്സ് കോഡ് അറ്റ് റൺ ടൈം. ഓടിക്കൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്റർപ്രറ്റർ വരുന്നത്. ദ ഇന്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ്സ് സ്റ്റേറ്റ്മെന്റ്സ് at a time as the program is executed. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിവരങ്ങളെ അപഗ്രഥനം ചെയ്യുന്നതാണ് ഇന്റർപ്രറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് സോഫ്റ്റ്വെയർ, വാട്ട് ഈസ് ഡാറ്റ, എന്താണ് ഡാറ്റ. ഡാറ്റ ആർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ദാറ്റ് ആർ നോട്ട് കറൻ്റ്ലി ബീയിങ് യൂസ്ഡ് ഇൻ എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ദീസ് ഡാറ്റ ആർ entered into the computer and are being stored in its memory. ഡാറ്റ എന്ന് പറഞ്ഞാൽ വസ്തുതകളാണ്, നമ്മൾ നൽകുന്ന വിവരങ്ങളാണ്. ഡാറ്റ ആർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ദാറ്റ് ആർ നോട്ട് കറൻ്റ്ലി ബീയിങ് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. സർവ്വസാധാരണയായി തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുതകളും അക്കങ്ങളെയും ഒക്കെ നമുക്ക് ഡാറ്റയായിട്ട് പറയാം. ഇനി പഠിക്കുന്നതിൽ CPU ആണ്. വാട്ട് ഈസ് എ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്? CPU ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇറ്റ് ആക്സെപ്റ്റ്സ് ഡാറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസ്, സ്റ്റോർസ് ഇറ്റ്സ് പ്രോസസ്സിംഗ് or processes if according to instructions received and output the results through output device. CPU എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട്, കമ്പ്യൂട്ടറിൻ്റെ മെയിൻ പാർട്ടാണ് CPU. ഇറ്റ് ആക്സെപ്റ്റ്സ് ഡാറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസിലൂടെ ഡാറ്റയെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. സ്റ്റോർസ് ഇറ്റ് പ്രോസസ്സസ് ഇഫ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ് ആൻഡ് ഔട്ട്പുട്ട് ദ റിസൾട്ട്സ് ത്രൂ ഔട്ട്പുട്ട് ഡിവൈസ്. വേണ്ട വിവരങ്ങൾ മുഴുവനും ശേഖരിച്ച് വെച്ച് ആവശ്യത്തിനനുസരിച്ച് നിർദ്ദേശത്തിനനുസരിച്ച് അതിനെ റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് ഡിവൈസിലൂടെ ഒരു ഔട്ട്പുട്ട് റിസൾട്ടായിട്ട് അതിനെ മാറ്റം വരുത്തുന്ന ഒരു പാർട്ടാണ് CPU എന്ന് പറയുന്നത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, DBMS? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. A database management system is a software system that manages the creation and use of database. It is a general purpose software system which helps the use in the process of defining, creating, updating, reaching, maintaining and perfecting the database. ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ദാറ്റ് മാനേജസ് ദ ക്രിയേഷൻ ആൻഡ് യൂസ് ഓഫ് ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെ ഉപയോഗത്തെ അത് ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ. ഇതൊരു പൊതുവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം വിച്ച് ഹെൽപ്സ് ദ യൂസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിവൈനിങ്, ക്രിയേറ്റിംഗ്, അപ്ഡേറ്റിംഗ്, റീച്ചിങ്, മെയിൻറ്റെയിനിങ് ആൻഡ് പ്രൊഫൈലിംഗ് ഓർ പെർഫെക്റ്റിംഗ് ദ ഡാറ്റാബേസ്. ഇങ്ങനെ തുടങ്ങി ഒരു ഡാറ്റയെ നമ്മൾ കൃത്യമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ത്? DBMS അഥവാ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ദെൻ നമുക്ക് പഠിക്കാനുള്ളത്
ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് മാനുവൽ അക്കൗണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷങ്ങളിലും നമ്മുടെ +1 അക്കൗണ്ടൻസി എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് മാനുവൽ അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടും മാനുവൽ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പോയിന്റ് ഓഫ് ഡിഫറൻസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് മാനുവൽ അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് റിസൾട്ട്സ്. In computerized accounting, operating results, financial position, etc. at any point of time. Manual accounting, very difficult to obtain such results. റിസൾട്ട്സുകളുടെ ലഭ്യത കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലാവുമ്പോൾ ഫിനാൻഷ്യൽ പൊസിഷനെ പോലുള്ള ഏത് സമയത്തും നമുക്ക് സാമ്പത്തിക ഗതിവിഗതികളെ വിലയിരുത്താൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ സാധ്യമാണ്. മാനുവൽ അക്കൗണ്ടിങ് വെരി ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ സച്ച് റിസൾട്ട്സ്. കുറച്ച് പ്രയാസമാണ് മാനുവൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ. കമ്പ്യൂട്ടറിൽ നമ്മളൊരു അക്കൗണ്ട് സ്റ്റോർ ചെയ്യപ്പെട്ട് 2000 എന്ന വർഷം മുതൽ 2020 എന്ന വർഷം വരെ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് വിവരങ്ങൾ നമുക്ക് 2008 ചെയ്ത അക്കൗണ്ട് ആവശ്യമായി വരികയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമുക്കത് ലഭ്യമാണ്. ദിസ് ഈസ് ദ ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാനുവൽ അക്കൗണ്ടിങ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ സച്ച് റിസൾട്ട്സ്. രേഖാമൂലം എഴുതപ്പെട്ട റെക്കോർഡിക്കലാണെങ്കിൽ അത് ഇതുപോലെ 2021 വെച്ച് 2008 കണക്ക് ആവശ്യപ്പെടുമ്പോൾ അത് തിരഞ്ഞ് കണ്ടുപിടിക്കൽ പ്രയാസമാണ് എന്നതാണ് അവൈലബിലിറ്റി ഓഫ് റിസൾട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലും മാനുവൽ അക്കൗണ്ടിങ്ങിലും തമ്മിലുള്ള ഡിഫറൻസ്. സെക്കൻഡ്, സ്പീഡ് ആൻഡ് ആക്യുറസി. സ്പീഡ് ആൻഡ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗതയും കൃത്യതയും. മാസ് ഡാറ്റ പ്രോസസ്ഡ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിപ്പോർട്ട്സ് പ്രിപ്പയർഡ് വിത്ത് ഗ്രേറ്റ് സ്പീഡ് ആൻഡ് ആക്യുറസി. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വെരി ഗ്രേറ്റ് ആൻഡ് സ്പീഡ് ആക്യുറസി. In case of manual accounting consumes a lot of time to obtain such statement and reports. ഒരുപാട് സമയം വേണ്ടി വരുന്നു എന്ന് മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട്സുകളൊക്കെ ചെയ്യാനും സമയമെടുക്കുന്നു. സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ. ഇത്ര കണ്ട് സ്റ്റോർ ചെയ്യുന്നു. ഒളോമനിയസ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ വെരി സ്മാൾ സ്പേസ് ആൻഡ് ക്യാൻ ബി റിട്ടയർഡ് വെരി ഈസിലി. കുറഞ്ഞ സ്മാൾ സ്പേസിൽ ഒരുപാട് ആവശ്യമുള്ള വസ്തുക്കളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് സാധിക്കുന്നു. എ ലാർജ് നമ്പർ ഓഫ് ബുക്സ് ആർ റിക്വയർഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഈസ് എ ട്രഡീഷ് ജോബ് നോട്ട് സ്പെസിഫൈഡ്. എന്താ പറഞ്ഞേ? ലാർജ് നമ്പർ ഓഫ് ബുക്സ്, ഒരുപാട് ബുക്കുകൾ ആവശ്യമായി വരും മാനുവൽ അക്കൗണ്ടിങ് ആകുമ്പോൾ രേഖപ്പെടുത്താൻ. പക്ഷേ കമ്പ്യൂട്ടറിൽ എന്ത് മതി? കുറഞ്ഞ സ്പേസ് ഉണ്ടായാൽ തന്നെ എല്ലാം റെക്കോർഡ് ചെയ്യാമെന്നതാണ്. Next, account specification. At the time of entry, accounts such as assets, expenses, income, etc. are to be specified. In case of manual accounting, not specified. In computerized accounting, we are specifically mentioned the items that are expense, assets, income, such as etc. But in the case of manual accounting, that is not specifically mentioned the items related assets, expense, income, etc. മനസ്സിലായോ? അക്കൗണ്ട് സ്പെസിഫിക്കേഷൻ ചെയ്യാൻ, അക്കൗണ്ടിങ്ങിനെ പ്രത്യേകമായി പരാമർശിക്കാൻ സാധിക്കുന്ന അക്കൗണ്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഓർ സിസ്റ്റം അക്കൗണ്ടിങ് we can specify that much item or amount, whatever it may be, as far as possible in accounting standard of view. Such items are expenses or incomes or liability, whatever it may be, as far as possible mentioned in the question. In case of computerized accounting, we have already been mentioned or specifically mentioned. But in the case of manual accounting, this is not specified. This is the another difference. The next, coding. Coding is essential, not essential. In case of computerized accounting, coding is very essential. In case of manual accounting, not essential, very easy. Passing entries, not necessary in case of computerized accounting, but necessary in the case of manual accounting. Chance of errors, less chance in case of computerized accounting. We have using the computer. With the help of computer, we can enter the input and processing the CPU. After the net results will be throughout the output unit, then we can get to the very clear or perfect accounts records. But we can say that this is a chance of errors is less chance of errors. In case of manual accounting, more chance of errors. Is it clear, all of you? This is the difference between computerized accounting and manual accounting.
Availability of results. In case of computerized accounting, operating results of financial position, etc. are at any point of time. Manual accounting, very difficult to obtain such results. Speed and accuracy. Mass data processed and statement and reports prepared with great speed and accuracy. In case of manual accounting, consumes a lot of time to obtain such statement and reports. In case of storage and retrieval of data, voluminous data can be stored in a very small space and can be retrieved very easily. A large number of books are required for storage and retrieval is a job not specified. In case of account specification, at the time of entry, accounts such as assets, expense, income, etc. are to be specified. In case of manual accounting, not specified. Coding is essential in case of computerized accounting, not essential in case of manual accounting. Closing entry is not necessary in case of computerized accounting and necessary in the case of manual accounting. And last one, chance of error is less chance in case of computerized accounting, more chance in the case of manual accounting. This is the difference between computerized accounting and manual accounts. Very easy and important area. This is the difference between computerized accounting and manual accounting. Then we can study the next topic. What are the advantages of computerized accounting? What are the advantages? എന്തൊക്കെ ഗുണങ്ങളാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനുള്ളത്? ആസ് സൂൺ ആസ് യു enter a transaction through voucher, all books of accounts, financial statements get posted instantly and automatically. നമ്മളൊരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോഴേക്ക്, വൗച്ചറിൽ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോഴേക്ക് അത് ആദ്യമായി റിലേറ്റഡ് ആയ എല്ലാ ബുക്കിലേക്കും അത് എത്തും എന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി. On entering transactions, net closing balances for the ledger is revealed. This helps in defecting any anomaly then and there. അതായത് ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോഴേക്ക് ക്ലോസിംഗ് ബാലൻസ് ലെഡ്ജറിൽ കൃത്യമായി ലഭിക്കുന്നു എന്നതാണ്. യു ക്യാൻ സെറ്റ് പീരിയോഡിക്കൽ ബജറ്റ് ആൻഡ് ഗെറ്റ് വാരിയൻസ് റിപ്പോർട്ട് റെഡിലി. പീരിയോഡിക്കൽ ബജറ്റ്, വാർഷികപരമായിട്ട് അർദ്ധവാർഷികപരമായിട്ടുള്ള കണക്കുകളെ കൃത്യമായി സെറ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്നു എന്നതാണ്. യു ആർ ആൾസോ പ്രൊവൈഡഡ് വിത്ത് റിപ്പോർട്ട്സ് ഇൻ ഡൈവേഴ്സ് ഫോമാറ്റ് റെഡിലി. കൃത്യമായ രീതിയിൽ നമുക്ക് അതിനെ രൂപീകൃതമായ രൂപത്തിൽ അക്കൗണ്ട്സ് രൂപങ്ങളെ, അക്കൗണ്ട്സ് ഫോംസുകളെ, ഫോർമാറ്റുകളെ നമുക്ക് കൃത്യമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നത് അക്കൗണ്ട്സിലൂടെയാണ്. Alteration or additions can be effected easily and results are instant. ആഡ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിലൊക്കെ അൾട്ടറേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സഹായിക്കുന്നു. യു ക്യാൻ വ്യൂ ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ വൗച്ചർ എൻട്രി, ദാറ്റ്സ് പ്രൊവൈഡിങ് എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ മുഴുവൻ ബുക്കുകളെയും വ്യൂ ചെയ്യാനും അതുപോലെ തന്നെ കൃത്യമായ ബുക്സുകളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട്സ് എമൗണ്ടുകളെയും വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നു. Allocation of revenue transactions to different post centers facilities preparation of cost account readily. Allocation of revenue transactionsന് വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ട്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ സിസ്റ്റം അക്കൗണ്ട് കൊണ്ട് സാധിക്കുന്നുണ്ട്. If opening balances are corrected and matched, there is not a question of any disagreement in trial balance or balance sheet. ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റ് ആവുകയും മാച്ച് ആവുകയും ചെയ്താൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എനി ഡിസഗ്രിമെൻറ്റ്. ഒരു ഡിസഗ്രിമെൻറ്റും ട്രയൽ ബാലൻസിന് ഉണ്ടാവില്ല. ട്രയൽ ബാലൻസ് ടാലി ആവാത്ത പ്രശ്നം ഉണ്ടാവില്ല എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡ്വാൻറ്റേജസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി പറയുന്നത് ലാസ്റ്റ് ഈ അധ്യായത്തിൽ 11ാമത്തെ ചാപ്റ്ററിൽ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, കമ്പ്യൂട്ടറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിന് ഒരുപാട് പോരായ്മകളുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഈവൻ ദോ കമ്പ്യൂട്ടേഴ്സ് പ്രോസസ് ദ എബവ് മെൻഷൻഡ് capabilities is suffer from the following limitations. First limitation, lack of common sense. കോമൺ സെൻസ് കുറവാണ്. Computers lack common sense, therefore they cannot design programs of their own for securation. They only work according to the programs designed by human beings. Computer is an electronic device, so we can say that it is no or lack of common sense. Computers lack common sense, therefore they cannot design programs of their own. കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ടൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ അവതരിപ്പിക്കാനോ സാധ്യമല്ല.
അതുകൊണ്ട് തന്നെ അതിന് കോമൺ സെൻസ് കുറവാണ്. ദേ ഓൺലി വർക്ക് അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാംസ് ഡിസൈൻഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യൻ്റെ പ്ലാനിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യപ്പെടുന്നതിനനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കുന്നുള്ളൂ എന്നത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായി പറയുന്നു. നെക്സ്റ്റ് പറയുന്നത് നോ IQ. ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ഈസ് നോ. ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ഇല്ല. കമ്പ്യൂട്ടർ ഹാവ് നോ ഇൻ്റലിജൻസ്. ദേ കനോട്ട് തിങ്ക് ആൻഡ് വിഷ്വലൈസ് വാട്ട് സ്കാക്ട്ലി ടു ഡു അണ്ടർ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. എന്ത് എപ്പോൾ എത്ര കണ്ട് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് കമ്പ്യൂട്ടറിന് ഇല്ല. ലേക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. കമ്പ്യൂട്ടറിന് തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. ഡിസിഷൻ മേക്കിംഗ് മീൻസ് ദ സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം ദ അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ്. It requires information, knowledge, intelligence, and ability to judge. Computers lack these attributes and therefore they cannot take decision of their own. കമ്പ്യൂട്ടറിൻ്റെതായ രീതിയിൽ സ്വയം ഒരു തീരുമാനം എടുക്കുന്ന കഴിവ് കമ്പ്യൂട്ടറിന് ഇല്ല. അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നു. നോ ഫീലിംഗ്. കമ്പ്യൂട്ടേഴ്സ് ആർ ഫ്രീ ഫ്രം ഇമോഷൻസ്. therefore they cannot make judgments based on feelings, taste and experience like human beings. The judgments are based on instructions given of the programmers. ഒരു ഫീലിംഗും കമ്പ്യൂട്ടറിനില്ല. കമ്പ്യൂട്ടേഴ്സ് ആർ ഫ്രീ ഫ്രം ഇമോഷൻസ്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടർ ഫ്രീ ആണ്. therefore they cannot make judgments based on feelings. അതുകൊണ്ട് തന്നെ ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യപ്പെടാൻ കമ്പ്യൂട്ടറിന് സാധ്യമല്ല. ഇത്രയും കാര്യങ്ങൾ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയപ്പെടുന്നു. അപ്പോൾ 11ാമത്തെ ചാപ്റ്റർ, നമ്മൾ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരിക്കൽ കൂടി പറയാം. വാട്ട് ഈസ് കമ്പ്യൂട്ടർ? വാട്ട് യു മീൻ ബൈ സോഫ്റ്റ്വെയർ? വാട്ട് ഈസ് ഡാറ്റ? വാട്ട് ഈസ് CPU? വാട്ട് ഡു യു മീൻ ബൈ DBMS? ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് മാനുവൽ അക്കൗണ്ടിങ്. എക്സ്പ്ലെയിൻ ദ advantages of computerized accounting and limitations of computerized accounting. These questions are very, very important. Okay, then next and last topic, explain the types of computer software. Points you remember: operating system, utility programs, application software, language processors, system software, connecting software. These are the types of softwares are there. First one, operating system. An operating system is an integrated set of programs which supervises the operation of the CPU, controls the input and output function to the computer. Utility programs are set of programs designed to perform certain supporting operations that are common to all data processing installation. See, application software. It is a set of programs designed to carry out operation for specified application. Examples of application softwares are program for payroll, preparation of inventory control, financial accounting, etc. Then language processor. Computers can understand instructions only when they are written in machine language. Therefore, a program written in any other language should be translated to a machine language program. This is known as language processors. Then system software. System software is a set of programs designed to control the internal functions of a computer, such as reading data from input devices. Such software is known as system software. Last one, connecting software. Connecting software is a set of programs which create and control connection between a computer and a server so that computer is able to communicate and share the resources of server and other connected computers. ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂട്ടിലിറ്റി പ്രോഗ്രാം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ലാംഗ്വേജ് പ്രോസസ്സർ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് കണക്റ്റിംഗ് സോഫ്റ്റ്വെയർ. Okay, these are the various types of softwares. Then we going to next chapter, 12th chapter, computerized accounting system. Computerized accounting system. Computerized accounting system എന്ന അധ്യായത്തിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? വളരെ സിമ്പിൾ ആയതാണ്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. What are the importance of computerized accounting? Numerous transaction. The computerized accounting system is capable of handling large number of transactions with speed and accuracy.
ഒരുപാട് ഇടപാടുകളാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂമറസ് ട്രാൻസാക്ഷൻ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം capable of handling large number of transactions with speed and accuracy. Second importance, reduction in paperwork. Paperwork കുറയ്ക്കുന്നു. Manual accounting system requires large physical storage space to keep accounting record books and vouchers documents. The requirement of stationery and books accounts along with the vouchers and documents is directly dependent on the volume of transactions beyond a certain profit. പേപ്പർ വർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ഫ്ലെക്സിബിൾ റിപ്പോർട്ടിംഗ്. Reports of manual accounting system reveal balances of accounts on periodic basis, while computerized accounting system is capable of generating reports of any balances and when required and for any duration which is within the accounting period. Flexible reporting. Accounting queries. There are accounting queries which are based on some external programmers. For example, a query to identify customer who have not made the payments within the permissible credit period can be easily answered by using the structured query language support of database technology in the computerized accounting system. Such types of accounting query. Online faculty. Computerized accounting system offers online facility to store and process transaction data so as to retrieve information to generate and view financial reports. This is online facility. Scalability. Growing business enterprises. The computerized accounting system are fully equipped with handling growing transactions of a fast growing business enterprises. The requirements of additional manpower in accounts department is restricted except the data operators for storing additional vouchers. Such types is known as scalability. And accuracy, security. These are the very importance of computerized accounting. Then you studied in the previous chapter what are the difference between manual accounting and computerized accounting is repeated in this chapter also. So very important difference between manual accounting and computerized accounting. Then explain the different types of accounting softwares. These are very important. What are the different types of software, accounting softwares? There are many types of accounting software applications available on the market today. മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. Some applications are intended to perform accounting functions to a large corporate organization. Others are meant for personal use. വലിയ സോഫ്റ്റ്വെയർസുകൾ വലിയ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ സ്ഥാപനങ്ങളിൽ വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. Personal accounting software, low, mid, market software, higher and accounting software. These are the four types of softwares. Personal accounting software designed for home use is referred to as personal accounting software. Personal accounting software എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പ്ലാൻ ചെയ്യുന്നു വീട്ടിലിരുന്നു കൊണ്ട് യൂസ് ഇസ് റെഫേർഡ് അറ്റ് എ പേഴ്സണൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. This type of software is used mostly in managing household budgets and expenses. Low-end accounting software. It is generally used by smaller business and can typically be found for sale by a variety of retailer. Usually software in the class not highly specific and can be used for a wide range of ബിസിനസ്സിൻ്റെ വിശാലമായ പ്രവർത്തനത്തിന് വേണ്ടി ലോ എൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മിഡ് മാർക്കറ്റ് സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് capable of performing a variety of functions important to business accounting. ബിസിനസ് അക്കൗണ്ടിങ്ങിൽ വളരെ പ്രധാനമായ ഒന്നാണ് മിഡ് മാർക്കറ്റ് സോഫ്റ്റ്വെയർ. ഹയർ എൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ അതർ ടൈപ്സ് ഓഫ് ആൻഡ് ഈസ് യൂഷ്വലി മച്ച് മോർ കോംപ്ലെക്സ്. കുറച്ചും കൂടെ സങ്കീർണമായ സോഫ്റ്റ്വെയർ ആണ് ഹയർ എൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഈ 2 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കൃത്യമായ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് 11, 12 ചാപ്റ്ററുകളോട് അവസാനിച്ചു. 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 13, സ്ട്രക്ചറിങ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിങ്. Structuring database for accounting. What are the important terms? What is the important terms? What is voucher? What is a debit voucher? What is a credit voucher? What is database? These are the terms are
studying in this chapter. Very simple and smallest chapter. What is voucher? All business transactions are based on documentary evidence. A cash memo showing cash sale, an invoice showing sale of goods on credit. എല്ലാ ബിസിനസ് ഇടപാടുകളും ഡോക്യുമെൻ്റ് തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു ക്യാഷ് മെമ്മോ ഷോ ചെയ്യുന്നത് ക്യാഷ് സെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൻവോയ്സ് ഷോയിങ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ ഇൻവോയ്സ് കാണിക്കണം. ദ റെസിപ്റ്റ് മെയ്ഡ് ഔട്ട് ബൈ ദ പേയി അഗെയിൻസ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റെസിപ്റ്റ് കാണിക്കണം. ഇങ്ങനെ തുടങ്ങി നമ്മൾ നൽകുന്ന ബിസിനസ് ട്രാൻസാക്ഷൻ ബേസ് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് വൗച്ചർ. റെസിപ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്യാഷ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, രേഖപ്പെടുത്തി വെക്കുന്നത് ഏതിലാണ്? റെസിപ്റ്റിലാണ് അല്ലേ? അതുപോലെ ഇവിടെ നിന്ന് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നത് ഏതിലാണ്? വൗച്ചറിലാണ്. അപ്പോൾ ഇവിടെ വൗച്ചർ എന്താണ്, വാട്ട് ഈസ് ക്രെഡിറ്റ് വൗച്ചർ എന്താണ്, ഡെബിറ്റ് വൗച്ചർ എന്താണ് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി പറയുന്നത് ഇവിടെ വൗച്ചർ are prepared for recording transactions involving cash payment only. Cash payment in business are made on account of expense. ബിസിനസ്സിൽ എപ്പോഴാണ് ഇത് ഡെബിറ്റ് വൗച്ചർ ആയിട്ട് വരുന്നത്? ബിസിനസ്സിൽ വല്ല എക്സ്പെൻസുകളും മീറ്റ് ചെയ്യുമ്പോൾ ആ എക്സ്പെൻസിന് വേണ്ടി എഴുതുന്ന വൗച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് വൗച്ചർ. In case of credit voucher, these vouchers are prepared for recording transactions involving cash receipts only. Cash receipts in the business are accepted on account cash sales of goods. സാധനങ്ങൾ ക്യാഷിന് വിൽക്കുമ്പോൾ കിട്ടുന്ന ക്യാഷുകൾ സ്വീകരിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ആ വൗച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് വൗച്ചർ. ഓക്കെ, these are the very important points are studying in this chapter. Then last chapter, 14th chapter, accounting system using database management system. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിക്കുകയാണ്. വാട്ട് ഡു യു മീൻ ബൈ query? A query is a basic tool that access provide for retrieving information from the database. ഡാറ്റാബേസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്, അന്വേഷിച്ചറിയുക എന്നതാണ് query എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is used to review, add, change for delete data from the database. It allows taking information from single or multiple tables to obtain the data required. ആവശ്യമായി വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും പുതിയ നിർദ്ദേശത്തിനനുസരിച്ച് പുതിയ പദ്ധതികളെ പ്ലാനിങ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള അന്വേഷണമാണ് query എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് എ കോംബോ ബോക്സസ്? കോംബോ ബോക്സസ് ഈസ് എ കൺട്രോൾ that displays a list. It provides the combined functionality of a list box. Then what do you mean by select query? What do you mean by a form? Explain various objects in MS Access. Explain various kinds of data type. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്ക് മാത്രമാണുള്ളത്. വാട്ട് ആർ ദ മേജർ യൂസസ് ഓഫ് ഫോംസ് എന്നതാണ്. എന്താണ് ഫോംസ്? Forms have a wide variety of functions and uses. They are enter data into database. View or browse data in a database. Replicate source documents. Provide an attractive presentation of data. Display data from more than one table. Calculate values. These are the very important topics in this 14th chapter. What are the major uses of forms? Forms have a wide variety of function and uses. They are enter data into the database using a form for data entry. Not only save time, it is a way to prevent errors. Values can be selected from pull down lists, thereby reducing typing time and ensuring that data entry rules are consistent. ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കും ഡാറ്റ എൻ്റർ ചെയ്യുന്നത് കൊണ്ട് ഡാറ്റാബേസ് വഴി. View browse data in database. Use form view or browse through the data from a single record in from view or multiple records in tabular or data sheet view. Tabular ഫോമിലൂടെ നമുക്ക് ഡാറ്റ അവതരിപ്പിക്കാം.
replicate sources documents and access from can be an access form can be created that looks exactly like the paper source documents or data collection form. During that entry, the user does not have to be concerned with finding the exact spot in the table to insert the data. ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യപ്പെടാൻ സാധിക്കുന്നു എന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ 11ാമത്തെ ചാപ്റ്റർ മുതൽ 14ാമത്തെ ചാപ്റ്റർ വരെയുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ് എന്ന 11th ചാപ്റ്റർ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം 12th ചാപ്റ്റർ, സ്ട്രക്ചറിങ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിങ് ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് സിസ്റ്റം യൂസിങ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ 4 ചാപ്റ്ററുകളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഏരിയകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നോട്ട്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അയക്കുന്നതാണ്. അത് കൃത്യമായിട്ട് പഠിക്കുക, ക്ലാസ്സുകൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ഈ ഭാഗത്ത് നിന്ന്, ഈ ക്ലാസ്സിൽ നിന്നുള്ള, ഈ വീഡിയോയിൽ കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ നിർബന്ധമായും ഉണ്ടാകും. എല്ലാവരും നന്നായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.